കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്ത് പോലീസ്. മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നിഗോഷ് കുമാർ, സിഇഒ ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ. കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെന്നാണ് വിവരം. അതിനിടെ ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാഥം നൃത്തപരിപാടിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. നൃത്തപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും നൃത്തവിദ്യാലയങ്ങൾ വഴി 2000 രൂപ മുതൽ 5000 രൂപ വരെ പിരിച്ചെടുത്തു. തന്റെ പക്കൽ നിന്നും 3600 രൂപ ഗിന്നസ് റെക്കോർഡ് സാക്ഷ്യപത്രം വാഗ്ദാനം ചെയ്തു വാങ്ങി വഞ്ചിച്ചതായി ചൂണ്ടിക്കാട്ടി ബിജി ഹിലാൽ എന്ന രക്ഷിതാവ് നൽകിയ പരാതിയിന്മേൽ പാലാരിവട്ടം പോലീസാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. BNS 316(2), 318 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നിഗോഷ് കുമാർ, സിഇഒ ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ. ഇതോടെ 2 കേസുകളാണ് ഈ നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെ എടുത്തിട്ടുള്ളത്. അതിനിടെ ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഉമാ തോമസ് സ്വയം ശ്വാസം വലിച്ചു തുടങ്ങി. വെന്റിലേറ്ററിൽ തുടരുമെന്നും ഉമാ തോമസ് പതിഞ്ഞ സ്വരത്തിൽ പുതുവത്സരാശംസകൾ നേർന്നതായും കൈകാലുകൾ ചലിപ്പിച്ചുവെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ താൽക്കാലിക സ്റ്റേജിൽ നിന്നും വീണാണ് ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ജനം, കൊച്ചി.